ACBCക്ക് പിന്നാലെ വഖഫ് നിയമ ഭേദഗതിക്ക് പിന്തുണയുമായി ഭാരതീയ കത്തോലിക്ക മെത്രാൻ സമിതിയും നിലവിലുള്ള വഖഫ് നിയമത്തിലെ വ്യവസ്ഥകൾ ഭരണഘടനയ്ക്കും മതേതര ജനാധിപത്യ മൂല്യങ്ങൾക്കും വിരുദ്ധമെന്ന് CBCI പ്രസ്താവനയിൽ പറയുന്നു. കത്തോലിക്ക സഭാ നിലപാടിനെ കേന്ദ്ര സർക്കാർ സ്വാഗതം ചെയ്തു. വഖഫ് ബില്ലിൽ സമവായത്തിനായി KCBCയുമായി ചർച്ച നടത്തുകയാണെന്ന് മുസ്ലിം ലീഗും വ്യക്തമാക്കി. വഖഫ് നിയമ ഭേദഗതി ബില്ലിനെ പിന്തുണയ്ക്കണമെന്നാണ് കേരളത്തിൽ നിന്നുള്ള MPമാരോട് KCBCയുടെ ആഹ്വാനം. ഇതിന് പിന്നാലെയാണ് CBCIയും നിലപാട് വ്യക്തമാക്കിയത്. ബിൽ പാർലമെന്റിൽ അവതരിപ്പിക്കാനിരിക്കെ ജനപ്രതിനിധികൾ ക്രിയാത്മക നിലപാട് സ്വീകരിക്കണമെന്ന് ഭാരതീയ കത്തോലിക്ക മെത്രാൻ സമിതി പ്രസ്താവനയിൽ വ്യക്തമാക്കി. നിയമപരമായ ഭേദഗതിയിലൂടെയേ ശാശ്വത പരിഹാരമുണ്ടാകുമെന്നും CBCI. കത്തോലിക്ക സഭാ നിലപാടിനെ കേന്ദ്രമന്ത്രിമാരായ നിർമ്മല സീതാരാമനും കിരൺ റിജിജുവും സ്വാഗതം ചെയ്തു. വഖഫ് നിയമ ഭേദഗതി ബില്ലിനെതിരെ നുണപ്രചാരണം നടത്തരുതെന്ന് किरण रिजिजू. हाथ जोड़ करके सबको कहता हूं कि आप अगर बिल का विरोध करना है तो तर्क रख करके आप विरोध कीजिए. कौन सा प्रावधान को आप विरोध करते हैं बताइए, और ये भी बताइए कि गैर संवैधानिक कैसे है वो भी बताइए. ऐसे झूठ बात फैलाने से तो होगा नहीं. അതേസമയം KCBCയുമായി നല്ല ബന്ധമാണെന്നും സമവായത്തിനായി ചർച്ചകൾ നടത്തുന്നുണ്ടെന്നും മുസ്ലിം ലീഗ് വ്യക്തമാക്കി. മുനമ്പം വിഷയവും വഖഫ് നിയമ ഭേദഗതി ബില്ലും കൂട്ടിക്കലർത്തരുതെന്ന് രാജ്യസഭാ MP ഹാരിസ് ബീരാൻ. മുനമ്പം ഇഷ്യൂവിൽ അതിൻ്റേതായിട്ടുള്ള പരിഹാരം എന്താണെന്നുള്ളത് പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ മുസ്ലിം സംഘടനകളുടെ യോഗത്തിന് ശേഷം വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഇഷ്യൂവും ഇതുമായിട്ട് കൂട്ടിക്കലർത്താതെ ഈ വഖഫ് ബില്ലിൽ വന്നിരിക്കുന്ന അപകടങ്ങൾ എന്തെല്ലാമാണ് എന്നുള്ളതാണ് ഇപ്പോൾ ലീഗ് നേതൃത്വവും KCBCയുമായുള്ള ചർച്ചയിൽ വന്നുകൊണ്ടിരിക്കുന്നത്. വഖഫ് ബിൽ മതസ്വാതന്ത്ര്യത്തിന് എതിരെന്ന് പാളയം ഇമാം ഡോക്ടർ VP സുഹൈബ് മൗലവിയും പ്രതികരിച്ചു. സംയുക്ത പാർലമെന്ററി സമിതി പരിഗണിച്ച വഖഫ് ബിൽ ഭേദഗതികളോടെ പാർലമെന്റിന്റെ ഈ സമ്മേളനകാലത്ത് അവതരിപ്പിക്കാനാണ് കേന്ദ്ര സർക്കാർ ശ്രമം. 24 ഡൽഹി, തിരുവനന്തപുരം.